അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ 4:30 മുതൽ രാവിലെ 10:45 മണി വരെയുള്ള സമയത്ത് ചെറിയ ചെറിയ സംഭവവികാസങ്ങൾ. 4:00 എഴുന്നേറ്റു, കിടക്കപ്പോൾ എഴുന്നേറ്റു, ബ്രഷ് എടുത്തുകൊണ്ട് നേരെ പോയി ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഡ്രസ്സ് മാറി അലക്കാനുള്ള എല്ലാം കൂടി വാരിക്കൂട്ടി എടുത്തു. നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നതിന് ശേഷം നേരെ കിച്ചണിൻ്റെ അപ്പുറത്തുള്ള ഡോറ് തുറന്ന് അപ്പുറം സ്റ്റോർ റൂമിൽ പോയി നേരെ മെഷീൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള തുണിയും വെച്ച് മുറ്റത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ മോട്ടർ അങ്ങോട്ട് ഓണാക്കി. കാരണം വെള്ളം ഇല്ലെങ്കിൽ പണി വാളൂലോ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങി റിസപ്ഷനിൽ കൂടെ കയറി നമ്മൾ നേരെ പോയി നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്നെ കണ്ടപ്പോൾ ഒരാൾ ഒളിച്ചോടിപ്പോയത്. അങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് വന്നു. എൻജിൻ റൂമിൽ കയറി നേരെ ഫിൽറ്റർ അങ്ങോട്ട് ഓണാക്കി. ഇന്നൊരു 3-4 മണിക്കൂർ ഫിൽറ്റർ അവിടെ കിടക്കട്ടെ, വെള്ളം ഓളം പെട്ടെന്ന് കണ്ടാ. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നേരെ താഴേക്ക് ഒരു ഒച്ച പൊടിക്കലായിരുന്നു. നേരെ വന്നു വീണ്ടും അടുക്കളയിൽ വന്ന് കയറിയപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാട്ടങ്കം. ആദ്യത്തെ പരിപാടി സ്റ്റൗ കത്തിക്കേണ്ടത് കട്ടൻ ചായക്ക് വെള്ളം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കട്ടൻ ചായക്ക് വെള്ളം വെച്ച് കടിഞ്ചായ കുടിക്കാണ്ടൊരു പരിപാടി തുടങ്ങൂലാട്ട. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയി പോകുന്നു. അതുകൊണ്ട് കട്ടൻ ചായ നമുക്ക് നിർബന്ധം. കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. നേരെ അപ്പം തന്നെ അപ്പുറത്ത് കഴുകിയെടുത്ത് വെച്ചേർന്ന കുക്കർ എടുത്തു. ഫ്രിഡ്ജിൽ വെട്ടി നുറുക്കി മാറ്റി വെച്ചേർന്ന പച്ചക്കറി എല്ലാം എടുത്ത് കുക്കറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പും കൂടെ ഇട്ടുവിട്ടാൽ സംഗതി വേറെ ഒന്നുമല്ലാന്ന് കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം. ഇന്ന് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഗസ്റ്റിന് കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ റിസോർട്ടിലുള്ള സമയത്ത്. ഗസ്റ്റുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മിക്കവാറും എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ കുക്കറിൽ വെച്ചത് സാമ്പാറാണെങ്കിൽ അടുത്ത ദിവസം കടൽ ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പുട്ടിന് പൊടി ഉണക്കണ കാണിക്കലാന്ന്. അങ്ങനെ മെഷീനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പിടിച്ച് സോപ്പ് പൊടി എടുത്ത് കൊടുന്ന് വെച്ച് തുണിയൊക്കെ തട്ടിയിട്ട് സോപ്പ് പൊടി ഇട്ട് കൊടുത്ത് വെള്ളം ആവശ്യമായി കഴിഞ്ഞ് മെഷീൻ ഓൺ ആക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നേരെ കിച്ചണിലേക്ക് ഒന്ന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്ത് ചായയും കൂടി സെറ്റാക്കി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ചായ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അടുപ്പത്തേക്ക് കയറ്റി വെച്ചു വിട്ടാ. ഒരു ഗ്ലാസ് ചായ നിപ്പിലൊരു കുടിയും കൂടി കുടിച്ചാൽ നല്ല ചൂടൻ ചായ, നല്ല തണുപ്പത്ത് അങ്ങനെ നിന്നങ്ങ് കുടിക്കുമ്പോൾ എന്താ സുഖം. അങ്ങനെ കുക്കർ വിസിലടിച്ചു. അടുത്ത പരിപാടി നമ്മുടെ ഓരോ പരിപാടി ഇങ്ങനെ ഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. വെള്ളം തിളച്ച് ചൂടായി ആവി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് സാമ്പാർ താളിപ്പിനുള്ള സെറ്റപ്പിന് വേണ്ടിയുള്ള സവാളയും സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഓരോ പണിയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചുമ്മാ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റായി. ഈ സമയം ഇത് എങ്ങോട്ടാ പടച്ചോനെ ഓടിപ്പിടിച്ച് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് നേരെ അപ്പം തന്നെ ഇഡ്ഡലിത്തട്ടയിലേക്ക് ആവശ്യത്തിനുള്ള മാവും കോരി വെച്ച് ഓരോന്നുമായിട്ട് ഇങ്ങനെ ഇഡ്ഡലിത്തട്ട് ചെമ്പിലേക്ക് ഇറക്കി വെക്കോട്ടെ. തട്ട് ഓരോന്ന് അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചമ്മന്തി താളിക്കാനുള്ള ഉള്ളി ഒന്നേക്കാന്ന് വെച്ചു. ഉള്ളി ഒന്നാക്കണ രംഗാട്ടേ കാണണ. ക്യാമറ വേറെ എങ്ങാണ്ടിരിക്കണം, ഞാൻ വേറെ എങ്ങാണ്ട് പോയി നട്ടെ ചെയ്തേ. ഇതിനിടയിൽ 2 പ്രാവശ്യം വെള്ളം മാറ്റി കയറ്റി തുണിയൊക്കെ അലമ്പിപ്പിഴിഞ്ഞ് മെഷീനൊക്കെ ഓഫ് ചെയ്തിട്ട് പിഴിയാൻ വേണ്ടി എടുത്ത് ഇപ്പുറത്തെ കള്ളിയിൽ നിന്ന് എടുത്ത് അപ്പുറത്തെ കള്ളിയിലേക്ക് ഇടുവട്ടാ. അത് കഴിഞ്ഞിട്ട് പിഴിയാനുള്ള മെഷീൻ ഓണാക്കിയിട്ടിട്ട് ഞാൻ അവിടുന്ന് വന്നിട്ട് നേരെ 6 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത വെച്ചുകൊണ്ടിരുന്നിട്ടാണ് പിന്നെ കേൾക്കലൊക്കെ. ന്യൂസ് കാണാൻ വേണ്ടി വച്ചേക്കണെങ്കിലും ആകാശവാണിയിൽ വാർത്ത വെച്ചേക്കണവരെയാണ്. നമുക്ക് കേൾക്കൽ മാത്രമേ ഉള്ളൂ, കാണൽ നടക്കൂലെന്ന്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി വെച്ച് 2ാമത്തെ ട്രിപ്പ് ചെയ്യുവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പാത്രങ്ങൾ സഹായിക്കാൻ വേണ്ടി ട്രാഫിക് ബായി വന്നുട്ടാ. ഇഡ്ഡലിത്തട്ട് ഇറക്കി കഴിഞ്ഞിട്ട് വേറെ ചെമ്പ് കയറ്റി അടുപ്പത്ത് വെച്ച് അരി അടുപ്പത്തിട്ടായിരുന്നു. പിഴിഞ്ഞിട്ടായിരുന്നു തുണികളെ കൊണ്ട് കഴയെ കൊണ്ട് വിരിച്ചിട്ടു. ഇപ്പോൾ സമയം നോക്കി 7 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. ചായക്ക് വെള്ളം വെച്ചു, ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഗസ്റ്റിനെ വിളിച്ചു. പാത്രങ്ങളിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി പിള്ളേർ മുകളിലേക്ക് കൊണ്ടുപോയിരുന്നു ഡൈനിങ് ഏരിയയിലേക്ക്. ഗസ്റ്റിനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാന്ന് പറഞ്ഞു. ഓക്കെ ബ്രോ എന്ന് അവരും പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് അവിടെ റെഡി ആയിരുന്നു. ചോറെടുത്ത് സിങ്കിലേക്ക് അരിപ്പപാത്രം വെച്ചിട്ട് വീണ്ടും അതെടുത്ത് അരിപ്പപാത്രം അങ്ങനെ തന്നെ ചെമ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ റൂമിലേക്ക് വന്നു. ഇനി റൂം ഒന്ന് അടിച്ചു വാരി തൂത്ത് ഉടക്കലാട്ട പണി. കട്ടൻ്റെ അടിയിൽ മുട്ടുകുത്തേക്ക് കിടന്ന് വരെ അടിച്ചു വാരി തൂത്ത് തുടയ്ക്കുവാട്ടെ നമ്മൾ. കാരണം 2 ദിവസമായിരുന്നു ഞാൻ റൂമൊന്ന് അടിച്ചു വാരിയിട്ടേ. ഡെയിലി ചെയ്യണ പരിപാടിയൊന്നുമില്ല, ഒന്നരാട ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്യണതിൻ്റെ തലേന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നോളൂ. 2 ദിവസത്തെ ലീവിന് വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ടാട്ടാ 2 ദിവസം അടിച്ചില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അടിക്കലും വാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഇനി റൂമിൽ നിന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടി ഞാൻ കിച്ചണിലേക്ക് തന്നെ വീണ്ടും ഒന്നോടൊരു പോക്കാട്ടാ. അങ്ങനെ കട്ടൻ്റെ അടിയിലും അരികും മൂലയും ഒക്കെ മോപ്പിട്ട് എത്തിച്ച് തൂത്ത് തുടച്ച് ക്ലീനാക്കി എല്ലാം സെറ്റാക്കി റൂമിൽ നിന്നും കൂടെ ഇറങ്ങുവാട്ടാ.
എടുത്ത സാധനങ്ങളെല്ലാം എടുത്തോടത്ത് തന്നെ തിരിച്ചിട്ടിട്ടായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ് റൂമിലെ ഫാനും ഇട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് റൂമും പൂട്ടിക്കൊണ്ട് അവിടുന്ന് പിന്നെ നേരെ തിരിച്ചിറങ്ങി കിച്ചണിലേക്ക് വന്നു. ഇനി കിച്ചൺ തുടക്കലും പറക്കലും ഇട്ട പണി. കിച്ചൺ കംപ്ലീറ്റ് തൂത്ത് തുടച്ച് ക്ലീനാക്കി ലോഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തുടച്ച് സെറ്റാപ്പ് എടുക്കുക. കാരണം വേറെ ഒന്നുമില്ലല്ലോ, ഈ കിച്ചനെ കറക്റ്റ് സമയത്ത് അങ്ങനെ തൂത്ത് തുടച്ച് ക്ലീനാക്കി പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലേ ഈ 1-ാം തീയതി കള്ളുടിക്കാത്ത കള്ളുടിയന്മാർക്കുണ്ടാണ് വിറകിലും ആര്യാന്ന്. നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവുമല്ലോ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരിക്കും. കാരണം ഡെയിലി ചെയ്ത് ശീലിച്ചേക്കണാറിനെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും തൃപ്തിയാവില്ലാന്ന്. ചായ കളിപ്പിച്ച പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, അതും കഴുകി പറക്കി സെറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പട്ടപട്ടേന്ന് കാണിക്കണ എന്താണെന്ന് വെച്ചാൽ 4-5 മണിക്കൂർ സമയമുള്ള പരിപാടികൾ ഈ പറഞ്ഞ മാതിരി ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളിൽ കാണിച്ച് തീർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഓടിച്ചിട്ട് കാണിക്കണം. ഇന്ന പരിപാടികളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ അറിയിക്കാനും കൂടി ഒരു ദുരുദ്ദേശം കൂടെ എൻ്റെ പുറയിലുണ്ടെന്ന്. അപ്പോൾ അത് അങ്ങനെ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളും കൂടി കഴുകി പറക്കി മാറ്റി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഉടയ്ക്കാനും തറ ഉടയ്ക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം തുണിയും കൂടെ ഒന്ന് കഴുകണം. ആ തുണിയും കൂടെ ഒന്ന് കഴുകി വിരിച്ച് സെറ്റാക്കി ഇട്ട് മാറ്റി കഴിഞ്ഞാൽ അടുത്ത പരിപാടി അടുക്കള അടിച്ചു വാരി തൂത്ത് ഉടച്ച് ക്ലീനാക്കലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി ഓരോ പരിപാടികൾ ചെയ്യണ്ടായിരുന്നിട്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ലാന്ന്. കിച്ചണിനകത്ത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചാണ് വാഷ് ബേസിനാട്ടോ. അത് ഞാൻ തന്നെ കഴുകി തുടച്ച് ക്ലീനാക്കും. അവിടെ വേറൊരാൾക്കും പ്രവേശനമില്ല. വേറൊരാൾക്കും അവിടെ നിന്നല്ല, കിച്ചണിനകത്ത് വേറൊരാൾക്കും പ്രവേശനമില്ല. അത് നമ്മുടെ ബൗണ്ടറിയാണ്. അതിനകത്തേക്ക് വന്ന് എന്തെങ്കിലും കൈകാലും കടത്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല വർത്താനം പറഞ്ഞ് ഇറക്കി വിടുമെന്ന് ഞാൻ. അതുകൊണ്ട് ആരും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് കിച്ചണിനകത്തേക്ക് കയറുകയില്ല. അങ്ങനെ കിച്ചൺ അടിച്ചു വാരി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനോയിലിട്ടൊന്ന് ലോഷൻ എടുത്തൊന്ന് തൂത്ത് തുടച്ച് സെറ്റാക്കാനുള്ള പരിപാടി കേട്ടോ. ലോഷനൊക്കെ ഒഴിച്ചു മോപ്പിട്ട് നല്ല അടിപൊളിയായിട്ട് തൂത്ത് തുടച്ച് ക്ലീൻ ആക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചന്ദനത്തിരിയും കൂടെ കത്തിച്ച് വയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ലാന്ന്. എന്തിനാടാ ഉള്ള ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കണമെന്ന് ചോദിക്കേണ്ട, കിച്ചണിനകത്തേക്ക് കയറുമ്പോൾ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനത്തെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. കസേര എടുത്ത് മുകളിൽ കയറ്റി വെച്ചത് തറ ഉടയ്ക്കാൻ നേരത്തെ സൗകര്യത്തിന് വേണ്ടി കയറ്റി വെച്ചാട്ടാ. മാറ്റി രണ്ടെണ്ണം നടക്കാനുള്ള പാസേജും റെഡിയാക്കി കിച്ചണിൻ്റെ ഡോറും ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക് വന്നു. ഒന്ന് ചങ്ക് വിരിച്ച് കാണിച്ചിട്ട് നേരെ കുളിക്കാൻ പോകട്ടെ. തോർത്ത് തേ പിടിച്ചുകൊണ്ട് കുളിയും കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഡ്രസ്സ് മാറി. ഇന്നലത്തെ ഡ്രസ്സ് തന്നെ ഇന്ന് ഇട്ടെങ്കിലും ഒരു ഉളുമ്പ് മണം ഉണ്ടാവാതിരിക്കട്ടെ എന്നിട്ട് കുറേ സ്പ്രേയും വാരി തൂത്തു. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. തൂത്ത് തുടച്ചതൊക്കെ ഞാൻ തന്നെയാണ്, കുഴപ്പമില്ലാന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രഹസനാണ് ഈ കാണിക്കണ പ്രഹസനെന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇട്ടേർന്ന ചെരുപ്പ് അവിടെ കൂടെ എങ്ങാണ്ട് ഊരിയിട്ടിട്ട് അടുത്ത ചെരുപ്പ് എടുത്തിട്ടുണ്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങുവാട്ടാ. വലതുകാലാണ് ഇടതുകാലാണ് വച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. ഇമ്രാൻ ഭായ് ചെടിക്ക് മരുന്നടിക്കണ്ടായിരുന്നിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ നേരെ റിസപ്ഷനിലേക്ക് വന്നു. റിസപ്ഷനിൽ വന്ന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്ന എല്ലാം സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞത് 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയപ്പോൾ തിരിച്ച് വീണ്ടും അടുക്കളയിൽ വന്നു. രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും കൂടി അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ.